ദൈവം നമ്മോട് ദയ കാണിക്കാനും ക്ഷമിക്കാനും സ്നേഹിക്കാനും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ 5 കാര്യങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും ആരോടും പറയരുത് എന്ന് ദൈവം തന്നെ പറയുന്നുണ്ട്. കൂട്ടുകാരുടെ അടുത്തോ കുടുംബക്കാരുടെ അടുത്തോ എന്തിന്, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരോട് പോലും ഇത് പറയാൻ പാടില്ല. കാരണം ചില കാര്യങ്ങളൊക്കെ വളരെ വിശുദ്ധമാണ്. ഇനിയിപ്പോൾ അങ്ങനെ അവരോട് പറഞ്ഞാലോ അത് വളരെ വലിയൊരു ആത്മീയ യുദ്ധമായി മാറും, നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. ദൈവം തന്നെ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ് എന്ന് വിശദമായി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തേത്, നിങ്ങളിനി എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ആരോടും ഒരിക്കലും പറയരുത്. ദൈവം നിങ്ങൾക്കാണ് ഒരു ദർശനം തന്നതെങ്കിൽ അത് എല്ലാവരോടും കൂടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് സ്വകാര്യ തയ്യാറെടുപ്പിന് വേണ്ടിയുള്ളതാണ്. യോസഫ് വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ഒരു സത്യം മനസ്സിലാക്കിയത്. അവൻ കണ്ട സ്വപ്നം കുടുംബക്കാരോട് പങ്കുവച്ചു. ഇത് കേട്ടതിന് ശേഷം അവന്റെ സ്വന്തം ചേട്ടന്മാർ തന്നെ അവനെതിരെ തിരിഞ്ഞു. അവന്റെ ചേട്ടന്മാരെ ദ്രോഹിച്ചത് കൊണ്ടല്ല, ആ സ്വപ്നം കാരണം അവർക്ക് അസൂയ തോന്നിയത് കൊണ്ടാണ്. ചില ആളുകൾക്കൊക്കെ നിങ്ങളെ വലിയ ഇഷ്ടമായിരിക്കും, നല്ല സ്നേഹത്തിലും ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ വിളി അവരെക്കാൾ ഉയർന്നതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അവരുടെ സ്വഭാവം മാറും. അതുകൊണ്ടാണ് പലപ്പോഴും ദൈവം നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ മറയ്ക്കുന്നത്. അതെന്തോ നിങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അവരോട് സംസാരിക്കുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾ തന്നെ ക്ഷണിച്ചു വരുത്തുകയാണ്. നിങ്ങൾ സംസാരിക്കുന്ന ഓരോ വാക്കിനും ശക്തിയുണ്ട്. അസൂയ ഉള്ളവരാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ദൈവം പറഞ്ഞ കാര്യത്തെ അവർ വളച്ചൊടിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തന്നെ ശത്രു ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിന് വേണ്ടി ശ്രദ്ധയോടെ കാത്തു നിൽക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു അവസരം ഉണ്ടാകുമോ എന്ന് കാത്തു നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളിങ്ങനെ മറ്റുള്ളവരോട് പറയുന്ന കാര്യം തന്നെ ശത്രുവിന് ഒരു അവസരമായിട്ട് മാറാനും സാധ്യതയുണ്ട്. സദൃശവാക്യം 29-11 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ദോഷർ അവരുടെ കോപം മുഴുവനും പുറത്തെടുക്കുന്നു, എന്നാൽ ജ്ഞാനി അത് ശാന്തതയോടെ നിയന്ത്രിക്കുന്നു. ചില ദർശനങ്ങൾ ആരുമായിട്ട് പങ്കുവയ്ക്കാതിരിക്കുമ്പോഴാണ് ഏറ്റവും നന്നായി വളരുന്നത്. ചില അനുഗ്രഹങ്ങൾ രഹസ്യത്തിലിരിക്കുമ്പോഴാണ് ഏറ്റവും സുരക്ഷിതമായിട്ടിരിക്കുന്നത്. ദൈവം എന്നെ ഇങ്ങനെയൊക്കെ ഉയർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ആരോടും പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല. ശരിയായ സമയത്ത് നിങ്ങളുടെ ഫലം തന്നെ സംസാരിക്കും. അതുകൊണ്ട് ആരോടും പറയേണ്ട, തയ്യാറാകുക. വിശദീകരിക്കേണ്ട, അനുസരിക്കുക. നിശബ്ദമായി തുടരുക, ആഴത്തിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഫലം നിങ്ങളുടെ വാക്കിനേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കും. രണ്ടാമത്തത്, ദൈവം നിങ്ങളോട് രഹസ്യമായി പറഞ്ഞ കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞു നടക്കരുത്. ദൈവം നിങ്ങളോട് സംസാരിച്ച ചില കാര്യങ്ങൾ അത് വെളിപ്പാടാണ്, മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയുള്ളതല്ല. അത് ദൈവം നിങ്ങളുടെ ആത്മാവിനോട് പറയുന്ന മുന്നറിയിപ്പ്, സ്വപ്നം, ബോധ്യം അതെല്ലാം തന്നെ മറ്റുള്ളവർക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ചില ആളുകൾക്ക് അത് മനസ്സിലായില്ല എങ്കിൽ ആ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ തന്നെ വെറുതെ കളിയാക്കും. ചിലപ്പോൾ അതിന്റെ അർത്ഥം തന്നെ വളച്ചൊടിക്കും, ചോദ്യവും ചെയ്യും. മാത്രമല്ല നാം തന്നെ ഇത് ദൈവം തന്നെയാണോ എന്നോട് സംസാരിച്ചത് എന്ന് സംശയിക്കുന്ന രീതിയിൽ പോലും കാര്യങ്ങൾ മാറും. യേശുവിന്റെ അമ്മയായ മറിയ ചെയ്ത കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ദൈവപുത്രനെ താൻ വഹിക്കുമെന്ന് ദൂതൻ അവളോട് പറഞ്ഞപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടി അവൾ ഓടിയില്ല. എന്നാ വചനമിങ്ങനെ പറയുന്നു, എന്നാ മറിയ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് വിചിന്തനം ചെയ്തുകൊണ്ടിരുന്നു. എന്തുകൊണ്ടാണ്? കാരണം തെറ്റായ അന്തരീക്ഷത്തിൽ വെളിപ്പാടിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ വിശുദ്ധിയും അതിലുള്ള വിശ്വാസവും ചിലപ്പോൾ നഷ്ടപ്പെടും. ദൈവം സംരക്ഷിക്കാനോ ഉപദേശിക്കാനോ ചിലപ്പോൾ നമ്മെ തന്നെ ഒരുക്കാൻ വേണ്ടി സംസാരിക്കുന്ന സമയങ്ങളുണ്ട്. നിങ്ങളത് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വാക്കിനെ അനുസരിക്കണം എന്നുള്ള ആ തീവ്രത വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം പലരുടെയും അഭിപ്രായം വരുന്ന സമയത്ത് നാം തന്നെ ആ ദൈവിക വാക്കിനെ സംശയിക്കും. ദൈവിക നിർദ്ദേശങ്ങൾ ചിലതൊക്കെ വിത്തുകളെ പോലെയാണ്. ഇടയ്ക്കിടയ്ക്ക് അത് ചെന്ന് കുഴിച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് വളരില്ല. അതുകൊണ്ട് ദൈവം പറയുന്നത് സൂക്ഷിക്കുക. എല്ലാ വാക്കുകളും എല്ലാവരോടും പറയേണ്ട കാര്യമില്ല. മൂന്നാമത്തത്, നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളോ ദാനങ്ങളോ ത്യാഗങ്ങളോ ആരോടും പറയരുത്. ചെയ്യുന്ന കാര്യങ്ങളിൽ അഹങ്കരിക്കുന്ന എല്ലാവരെയും കാണിച്ചു ചെയ്യുന്ന ഈ ഒരു ലോകത്ത് രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങൾക്കും ദൈവം വില കൽപ്പിക്കുന്നുണ്ട്. മത്തായി 6-3 വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ വലങ്കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടങ്കൈ അറിയാത്ത വിധത്തിലായിരിക്കട്ടെ നിങ്ങൾ ചെയ്യുന്ന ദാനധർമ്മവും. ദൈവം ബഹുമാനിക്കേണ്ട കാര്യങ്ങൾക്ക് പകരം നിങ്ങൾ മറ്റുള്ളവരുടെ ശ്രദ്ധ അന്വേഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രതിഫലത്തിന് നിങ്ങൾ സ്വർഗത്തിലേക്ക് അല്ലായിരിക്കും നോക്കുന്നത്,
മനുഷ്യരുടെ കൈകളിലായിരിക്കും നിങ്ങൾ നോക്കുന്നത്. ചില ആളുകൾ നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ മറ്റുള്ളവർ ഇത് കാണണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് അവർ ദൈവത്തിൻ്റെ അനുഗ്രഹം നഷ്ടപ്പെടുത്തുന്നു. എല്ലാവരും എന്നെ അംഗീകരിക്കണമെന്ന് പ്രതീക്ഷിച്ച് അവർ അത് പോസ്റ്റ് ചെയ്യുന്നു, അതിനെക്കുറിച്ച് പരാമർശിക്കുന്നു. നാം നന്മ ചെയ്യുന്ന ആളാണ് എന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം ദൈവത്തിന് നമ്മെ നന്നായിട്ട് അറിയാം. നിങ്ങളുടെ അനുസരണത്തെക്കുറിച്ച് നിങ്ങൾ വീമ്പിളക്കുന്ന സമയത്ത് നിങ്ങൾ ദൈവത്തെക്കുറിച്ചല്ല, നിങ്ങളെന്തോ വലിയ ത്യാഗം ചെയ്യുന്ന രീതിയിലാണ് കാണിക്കുന്നത്. മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന അംഗീകാരത്തിന് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥതയെ കൈമാറ്റം ചെയ്യുന്ന ആ നിമിഷം പ്രതിഫലത്തിന് പകരം പ്രശസ്തിയെ നിങ്ങൾ കൈമാറ്റം ചെയ്യുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ ദാനധർമ്മം രഹസ്യത്തിലായിരിക്കട്ടെ. രഹസ്യത്തിൽ ചെയ്യുന്നത് കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. നിങ്ങളുടെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ചിലത് എല്ലാവരും അറിയണമെന്നില്ല. നിങ്ങളുടെ കണ്ണുനീർ, നിങ്ങളുടെ ഉപവാസം, ദാനം, ഇതൊന്നും ആളുകൾ കണ്ടില്ലെന്ന് വരാം. പക്ഷേ സ്വർഗം അതിനെ നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ദാനധർമ്മങ്ങൾ രഹസ്യമായിട്ട് ചെയ്യുക, രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക, താഴ്മയോടെ സ്നേഹിക്കുക. നാലാമത്തത്, ബലഹീനതകൾ പറയരുത്. സാക്ഷ്യവും ബലഹീനതയും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത കാര്യത്തെക്കുറിച്ച് പറയുന്നതാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. എന്നാൽ ബലഹീനത എന്ന് പറയുന്നത് അങ്ങനെയല്ല. അതിൽ ദൈവം നിങ്ങളെ പണിതെടുക്കുന്നതേ ഉള്ളൂ. ഇവരോട് പറഞ്ഞാൽ കുറച്ച് ആശ്വാസം കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ഒരുപാട് പേർ തെറ്റായ ആൾക്കാരോട് പറയുന്നുണ്ട്. പക്ഷെ തിരിച്ചു കിട്ടുന്നതോ വലിയ തിരിച്ചടിയായിരിക്കും. നിങ്ങളുടെ ബലഹീനതകളെക്കുറിച്ച് കേൾക്കുന്ന എല്ലാവരും നിങ്ങളെ കരുതുന്നവരല്ല, നിങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നവരാണ്. സദൃശവാക്യങ്ങൾ 4:23 ഇങ്ങനെ പറയുന്നു, എല്ലാറ്റിനുമുപരി നിന്റെ ഹൃദയത്തെ സംരക്ഷിക്കുക, കാരണം അതിൽ നിന്നാണ് ജീവന്റെ ഉറവ ഉത്ഭവിക്കുന്നത്. നിങ്ങളുടെ ദുർബലത വിശുദ്ധ ഭൂമി പോലെയാണ്. എല്ലാവരും അതിൽ നിൽക്കാൻ ഉദ്ദേശിച്ചുള്ളവരല്ല. യേശു പോലും എല്ലാവരോടും എല്ലാ കാര്യവും വെളിപ്പെടുത്തിയിട്ടില്ല. യേശുവിനാണെങ്കിൽ നല്ല വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു, 70 ശിഷ്യന്മാർ ഉണ്ടായിരുന്നു, പിന്നെയും 12 പ്രത്യേക ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. ഇത്രയും ആളുകൾ ഉണ്ടായിരുന്നിട്ട് പോലും യേശു ദൈവവുമായിട്ട് മാത്രമേ ചില കാര്യങ്ങൾ പങ്കുവെച്ചുള്ളൂ. എല്ലാവരോടും നന്നായിട്ട് ഇടപഴകുന്നത് നല്ലതാണ്, പക്ഷേ ആത്മാവ് നിങ്ങളെ നയിക്കട്ടെ, വൈകാരികമായി നയിക്കപ്പെടരുത്. നിങ്ങളുടെ ബലഹീനതകളെക്കുറിച്ച് വെറുതെ കേൾക്കുന്നവരോട് പറയരുത്. അതിനെ കൈകാര്യം ചെയ്യാൻ അഭിഷേകം ചെയ്യപ്പെട്ടവരുമായി മാത്രം പങ്കുവയ്ക്കുക. അഞ്ചാമത്തത്, നിങ്ങളുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് എല്ലാവരോടും പറയരുത്. ആ അനുഗ്രഹത്തിൽ നിങ്ങളോട് കൂടെ ആഘോഷിക്കുന്ന എല്ലാവരും നിങ്ങളെ ഓർത്ത് സന്തോഷിക്കുന്നില്ല. ചിലരൊക്കെ പരസ്യമായി നിങ്ങളെ പ്രശംസിക്കുന്നുണ്ട്, പക്ഷേ സ്വകാര്യമായി അസൂയപ്പെടുന്നവരാണ്. ശത്രുവിന് നിങ്ങളുടെ വിശ്വാസത്തെ തകർക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ അനുഗ്രഹങ്ങളിൽ ലക്ഷ്യം വയ്ക്കും. അങ്ങനെ നിങ്ങളുടെ ശ്രദ്ധ മാറും. അതുകൊണ്ടാണ് ചില സമയത്ത് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചതിന് ശേഷം മറഞ്ഞിരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലാക്കാതെ മറ്റുള്ളവർക്ക് തുറന്നു കാട്ടുന്നത് കൊണ്ട് ആ അനുഗ്രഹം വഷളാകാൻ തുടങ്ങും. യേശുവിനെ സന്ദർശിക്കാനെത്തിയ ജ്ഞാനികളെക്കുറിച്ചൊന്ന് ചിന്തിച്ചേ. യേശുവിനെ കണ്ടതിനു ശേഷം കുഞ്ഞ് എവിടെയാണ് എന്ന് ഹേരോദിനോട് പറയരുത് എന്ന് ദൂതൻ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. ചില അനുഗ്രഹങ്ങൾ ദുർബലമാണ്. ചില കാര്യങ്ങളൊക്കെ അതിജീവിക്കാൻ അതിന് പ്രയാസമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് പുതിയ എണ്ണ പോലെയാണ്. അത് ഒഴിക്കാൻ തയ്യാറാകുന്നത് വരെ അത് മൂടി വയ്ക്കണം. ദൈവം നിങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ച് തെറ്റായ ആളുകളോട് പറയുന്ന സമയത്ത് അസൂയ, സംശയം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് അന്ധവിശ്വാസമല്ല, അത് ആത്മീയ ജ്ഞാനമാണ്. ലോകത്തോട് ഉറക്കെ പറയുന്നതിന് മുമ്പ് നിശബ്ദമായി ദൈവത്തിന് നന്ദി പറയുക. നിങ്ങൾ ഇടുന്ന പോസ്റ്റുകളോ സ്തുതി റിപ്പോർട്ടുകളോ അല്ല, നിങ്ങളുടെ സമാധാനം തന്നെ നിങ്ങളൊരു അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന് തെളിവായിരിക്കട്ടെ. കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞാലേ മറ്റുള്ളവർ അറിയത്തുള്ളൂ എന്നില്ല. അത് കാലക്രമേണ എല്ലാവരും മനസ്സിലാക്കും. ദൈവം നിങ്ങളോട് സൂക്ഷിക്കാൻ ആവശ്യപ്പെടുന്ന എല്ലാ രഹസ്യങ്ങളും സൂക്ഷിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ, വെളിപ്പാടുകൾ, നിങ്ങൾ ചെയ്യുന്ന ദാനങ്ങൾ, രോഗശാന്തി, അനുഗ്രഹങ്ങൾ, ഇതെല്ലാം പവിത്രമായ നിയോഗങ്ങളാണ്. ദൈവം സൂക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് വർദ്ധിപ്പിക്കാൻ ദൈവത്തിന് നിങ്ങൾ ഇടം സൃഷ്ടിക്കുന്നു എന്നതാണ്. കാരണം ആളുകൾക്ക് കാണാനോ കേൾക്കാനോ കഴിയാത്തതിനെ ശപിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിക്കുന്നത് പോലെ നിങ്ങളുടെ വാക്കുകളെയും സൂക്ഷിക്കുക. നിശബ്ദമായി എല്ലാ കാര്യങ്ങളും ചെയ്യുക. ആഴത്തിൽ സ്നേഹിക്കുക. നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങളുടെ അധരങ്ങളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കട്ടെ. എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരിൽ നിന്ന് മറയ്ക്കണം എന്നല്ല ദൈവം പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കുള്ളത് എങ്ങനെ സംരക്ഷിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള സ്വപ്നം, അനുഗ്രഹം, അല്ലെങ്കിൽ അടുത്തത് ഇനി എന്താണോ ചെയ്യാൻ പോകുന്നത് അത് മറ്റുള്ളവരോട് പങ്കുവെക്കുന്നതിന് മുമ്പ് സ്വയം ചോദിക്കുക, ഇത് മറ്റുള്ളവരോട് പറയേണ്ട കാര്യം തന്നെയാണോ, അതോ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണോ എന്ന്. ഈ വീഡിയോ നിങ്ങളോട് വ്യക്തമായി സംസാരിച്ചു എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആരോടും പറയരുത് എന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.